ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ഇത്രയും വലിയ ക്വസ്റ്റ്യൻ ആണ്. ഫുള്ളൊന്നും ഞാൻ എഴുതിയിട്ടില്ല, നിങ്ങൾ ടെക്സ്റ്റിലൊന്ന് നോക്കണം കേട്ടോ. പേജ് നമ്പർ 18 ഈ മോഡൽ നമ്മൾ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒബ്ജക്ട് സ്റ്റാർട്ട്സ് വിത്ത് സ്പീഡ് ഓഫ് യു മീറ്റർ പെർ സെക്കൻഡ്. സ്റ്റാർട്ട് ചെയ്ത് യു മീറ്റർ പെർ സെക്കൻഡിലാണ് ആൻഡ് ട്രാവലിംഗ് അലോങ് എ സ്ട്രേറ്റ് ലൈൻ. ഇഫ് ദ സ്പീഡ് ഇൻക്രീസസ് അറ്റ് എ റേറ്റ് ഓഫ് എ മീറ്റർ പെർ സെക്കൻഡ്. സ്പീഡ് കൂടുന്നത് എ മീറ്റർ പെർ സെക്കൻഡിലാണ്. അതായത് സ്റ്റാർട്ട് ചെയ്ത സ്പീഡ് യു മീറ്റർ പെർ സെക്കൻഡ്. ടൈം മാറുന്നതനുസരിച്ച് ടൈം ടി ആണ്. ടൈം മാറുന്നതനുസരിച്ച് നമ്മുടെ സ്പീഡ് എ മീറ്റർ പെർ സെക്കൻഡിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ടൈം വിത്ത് ടി സെക്കൻഡ്. അങ്ങനെ അന്നേരമുള്ള ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്ന ആ ഫോമുലയാണ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇത് അങ്ങനെ എത്രയായിരിക്കും ഡിസ്റ്റൻസ് ട്രാവൽഡ്? ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 2 സെക്കൻഡ് ഈസ് 10 മീറ്റർ ആൻഡ് 4 സെക്കൻഡ് ഈസ് 28 മീറ്റർ. വാട്ട് ഈസ് ദ സ്റ്റാർട്ടിംഗ് സ്പീഡ്? വാട്ട് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് സ്പീഡ് ഈസ് ഇൻക്രീസിങ്? അപ്പം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് യു, സ്റ്റാർട്ടിംഗ് സ്പീഡ് എന്നാണ്. അടുത്തത് എ, എത്ര വെച്ചിട്ടാണ് സ്പീഡ് കൂടുന്നത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിവിടെ തന്നിരിക്കുന്ന ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ടൈം ടി സെക്കൻഡ്. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ടൈം ടി സെക്കൻഡ്. ഡിസ്റ്റൻസ് ട്രാവൽഡിന്റെ ഫോർമുല തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് ട്രാവൽഡിന്റെ ഫോർമുല ദാറ്റ് ഈസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. നമുക്ക് ഓൾറെഡി ഇത്രയും ക്വസ്റ്റ്യൻ കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, അതിലൊരു ഫോർമുല കിടപ്പുണ്ട്. എന്താണ്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അത് കയറി പിടിക്കും നമ്മൾ, വേറെ ഒന്നും നമ്മൾ നോക്കത്തില്ല. മനസ്സിലായല്ലോ? എപ്പോഴും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ അതിനകത്തൊരു ഫോർമുല, ഒരു ആൻസർ കിടപ്പുണ്ടെങ്കിൽ, ഫോർമുല ഇത് ആൻസർ, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പോകുന്നതിന്റെ ആൻസറാണ്, ഫോർമുലയാണ്. അപ്പൊ നിങ്ങൾ അത് വെച്ച് വേണം നിങ്ങൾ ബാക്കി പ്രോബ്ലംസിലേക്ക് കിടക്കാൻ. ഓക്കെ, ബാക്കി ഒന്നും നമുക്ക് നോക്കണ്ട, കൊടുക്കാനുള്ള വാല്യൂസ് ആണ്. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ അവർ പറഞ്ഞിരിക്കുന്നത് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 2 സെക്കൻഡ് ഈസ് 10 മീറ്റർ. അതാണ് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 2 സെക്കൻഡ് ഈസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 2 സെക്കൻഡ്. ഈ ഫോർമുലയ്ക്കകത്തോട്ട് ഇതാ ഡി ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയറിനകത്ത് ഡിസ്റ്റൻസ് എത്ര അവർ പറഞ്ഞിട്ടുണ്ട്? 10 മീറ്റർ. നമ്മുടെ ഇക്വേഷൻ കണ്ടോ? 10 ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസിന്റെ സ്ഥാനത്ത് 10. യു ഉണ്ടോ? ഇല്ല. അതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. യു എന്ന് പറഞ്ഞാൽ തുടങ്ങിയ സ്പീഡ് കാണാൻ ചോദിച്ചിരിക്കുന്നതാണ്. വാട്ട് ഈസ് ദ സ്റ്റാർട്ടിംഗ് സ്പീഡ് എന്ന്. അപ്പൊ അതാണ് നമ്മൾ. അപ്പൊ ആ യു അതുപോലെ തന്നെ കൊടുത്തു. ഈ ടി ടൈം പറഞ്ഞിട്ടുണ്ട്, എത്രയാണ്? 2 സെക്കൻഡ് എന്ന്. അപ്പൊ ഈ ടിയുടെ സ്ഥാനത്ത് നമ്മൾ എന്നാ കൊടുക്കും? 2. അത് ഒരുമിച്ചാണ് ഞാൻ ബ്രാക്കറ്റിൽ കൊടുക്കുക. ഓക്കെ, പ്ലസ് പിന്നെ ഹാഫ് കിടപ്പുണ്ട്. അടുത്ത എ ആണ്. എ എന്താണ്? ഇവിടെ നോക്കിയേ, ഇഫ് ദ സ്പീഡ് ഇൻക്രീസസ് അറ്റ് എ റേറ്റ് ഓഫ് 8 മീറ്റർ പെർ സെക്കൻഡ്. ഇൻക്രീസിങ് സ്പീഡാണ്, അതിന്റെ വാല്യൂ ആണ്. അപ്പൊ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് സ്പീഡ് ഇൻക്രീസിങ്. അപ്പൊ എയും കണ്ടുപിടിക്കാനുള്ളതാണ്. എ അതുപോലെ തന്നെ ഇടുക. ഇൻറ്റു ഇവിടെ ടി കൊടുത്തിട്ടുണ്ട്. ടി എത്രയാ പറഞ്ഞത്? 2. അപ്പൊ 2 സ്ക്വയർ. കണ്ടോ മക്കളെ? ഇത് കണ്ടിട്ട് വലുതായിട്ട് തോന്നുന്നത് പേടിക്കണ്ട. ഒരു ഇക്വേഷൻ ഉണ്ട്, ആ ഇക്വേഷൻ അങ്ങോട്ട് എടുത്ത് നമ്മൾ എഴുതി ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇക്വേഷൻ അങ്ങോട്ട് എടുത്ത് എഴുതി അവർ തന്നിരിക്കുന്ന പിന്നെ പറയുന്ന വാല്യൂസ് ഒക്കെ 2 സെക്കൻഡിൽ 10 മീറ്റർ. അപ്പം ഡിസ്റ്റൻസ് 10 മീറ്റർ. അപ്പൊ ഡി എന്ന് പറഞ്ഞാൽ 10 ഈസ് ഈക്വൽ ടു യു. ഇത് കണ്ടുപിടിക്കേണ്ട അറിയത്തില്ല, ടൈം ഉണ്ട്, അതും കൊടുത്തു. പിന്നെ ഹാഫ് എയും അറിയില്ല, അത് കണ്ടുപിടിക്കാനുള്ളതാണ്. ടി കൊടുത്തു. ഇതൊന്ന് മാറ്റിയിടും നമുക്ക്. 10 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു യു 2u പ്ലസ് ഇവിടെ ഹാഫ് ഇൻറ്റു എ ഇൻറ്റു 2ന്റെ സ്ക്വയർ എത്രയാ? 4. നമുക്ക് ഈ 2ഉം 4ഉം കൂടെ ക്യാൻസൽ ചെയ്തില്ലേ? അപ്പൊ ഇവിടെ എത്ര കിട്ടി? 2. ഇക്വേഷൻ മാറി. 10 ഈസ് ഈക്വൽ ടു 2u പ്ലസ് ഇവിടെ തന്നെ ഉള്ളൂ 1 ഇൻറ്റു എ ഇൻറ്റു 2. അപ്പൊ 2a. നമുക്കൊന്ന് തിരിച്ചെഴുതാം. നമുക്ക് എപ്പോഴും സംഖ്യകൾ റൈറ്റ് സൈഡിൽ വരുന്ന പോലെ ഒന്നും എഴുതാവേ. അപ്പൊ ഞാൻ എഴുതുവാണ് 2u പ്ലസ് 2a ഈസ് ഈക്വൽ ടു 10. നമുക്ക് വേണേ ഇത്രയും വലിയ ഇക്വേഷനാണ്, മേലോട്ട് എഴുതാം. വലിയ ഇക്വേഷൻ ഒന്നും അല്ല. 2u പ്ലസ് 2a ഈസ് ഈക്വൽ ടു 10 എന്നുള്ളതിനെ ഇവിടെ നോക്കിയാൽ നമ്മൾ എത്രയും സിമ്പിൾ ആക്കാനാണ് ശ്രമിക്കുന്നത്. ഇതിങ്ങനെ ഇട്ട് ചെയ്താലും കുഴപ്പമില്ല. ഇതെല്ലാം 2ന്റെ മൾട്ടിപ്പിൾ ആണ്. 2 2 10. അപ്പൊ നമുക്ക് മൊത്തം 2 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ ഇവരെ ചെറുതായിട്ട് കിട്ടത്തില്ലേ? അപ്പൊ ഇത് എത്രയാകും? 2 ഡിവൈഡ് ബൈ 2 1u പ്ലസ് ഇവിടെ 2 ഡിവൈഡ് ബൈ 2 2 കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്നായി മാറും? 1 ആയിട്ട് മാറും. അപ്പൊ ഇവിടെ 1a ഇസ് ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ 2
അപ്പം എത്ര ഈ മൊത്തം ഇക്വേഷനെ ആയി കേട്ടോ, ഫുള്ളാണ് ഡിവൈഡ് ചെയ്യുന്നത് 2 കൊണ്ട്. അപ്പം 5. അപ്പം ഇക്വേഷൻ നമ്പർ 1 u പ്ലസ് എ ഇസ് ഈക്വൽ ടു 5. ഇക്വേഷൻ നമ്പർ 1 കിട്ടി. ഇനി അടുത്ത കണ്ടീഷൻ ഇതേ സെയിം മെത്തേഡിൽ തന്നെ അടുത്ത കണ്ടീഷൻ നമുക്ക് നോക്കാം. അടുത്ത തന്നെ അവർ പറഞ്ഞേക്കുന്നത് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 4 സെക്കൻഡ് ഈസ് 28. ഈ ഇക്വേഷൻ അത് തന്നെ ഡിസ്റ്റൻസ് 28 ഈസ് ഈക്വൽ ടു യു അറിയില്ല, ടൈം എത്രയായിട്ട് മാറി 4 ആയി. ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തു ഹാഫ് ഇൻറ്റു എയും അറിയില്ല, ടൈം ഇവിടെ 4² 30 തന്നെ മക്കളെ, അതുപോലെ അങ്ങ് ചെയ്താൽ മതി. 28 ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു യു 4u പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു 4² എത്രയാ 16. 2 16 കൂടെ ഡിവൈഡ് ചെയ്യാമല്ലോ, 8 ക്യാൻസലായി. അപ്പം എത്രയാ 28 ഈസ് ഈക്വൽ ടു 4u പ്ലസ് ഇവിടെ എന്നാണ് 1 ഇൻറ്റു എ ഇൻറ്റു 8. അപ്പം എന്നാ വരും 8a. മുമ്പത്തെ പോലെ തിരിച്ചൊന്ന് എഴുതാം, ഇവിടെ എഴുതട്ടെ. അപ്പം ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യണം, അല്ല റബ്ബ് ചെയ്യണം, എല്ലാം അവിടെ കിടക്കട്ടെ. എനിക്ക് 8a അല്ല ആദ്യം യു ആണ് എഴുതല്ലേ. അപ്പോൾ 4u പ്ലസ് 8a ഇസ് ഈക്വൽ ടു 28. നിങ്ങൾ വിചാരിക്കില്ല ഞാൻ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് മാറ്റിയപ്പോൾ സൈൻ മാറത്തില്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഫിസിക്കലിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് മൈനസ് ആവുന്നത്. ഇവിടെ ഞാൻ മാറ്റിയില്ല, കാരണം എന്നാ നമ്മളൊരു ഫുൾ ടേമായിട്ടാണ് ഇവരെ ഒരുമിച്ച് ഒറ്റയ്ക്കല്ല കൊണ്ടുപോകുന്നത്. ഈ 4യും 8യും എടുത്ത് ഇപ്പുറത്തോട്ട് വെക്കും, ഇവരെടുത്ത് അപ്പുറത്തോട്ട് വെക്കും. അങ്ങനെ ഫുള്ളായിട്ട് പോകുമ്പം സൈൻ മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം ഇത് മൊത്തം നമുക്ക് ചെറുതാക്കാമല്ലോ. 4ന്റെ മൾട്ടിപ്പിൾ അല്ലേ, മൊത്തം ടേമിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. എത്രയാ 4 ഡിവൈഡ് ബൈ 4 യു പ്ലസ് എ ഡിവൈഡഡ് ബൈ 4 2a. ഇത്ര വരും 28 28 7 അല്ലേ, ടേബിൾ ഇട്ടിട്ട് കിട്ടുന്നില്ല. 7 ഇൻറ്റു 4 ആണ് 28. അപ്പോൾ 28നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7. നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ കണ്ട, ചെറിയ 2 ഇക്വേഷൻസ് കിട്ടി. യു പ്ലസ് എ ഇസ് ഈക്വൽ ടു 5 എന്നും യു പ്ലസ് 2a ഇസ് ഈക്വൽ ടു 7. മനസ്സിലായില്ലേ മക്കളെ? നമ്മൾ മുമ്പേ ചെയ്യുന്ന പോലെ തന്നെ ആ വാല്യൂസ് അങ്ങ് ആ ഡിസ്റ്റൻസും ടൈമും കൊടുത്തിട്ട് നമ്മൾ ചെറുതാക്കി കൊണ്ടുവന്ന. അപ്പോൾ നമ്മുടെ 2 ഇക്വേഷൻസ് കിട്ടി. അത് രണ്ടും അടുപ്പിച്ചെഴുതട്ടെ. ഫസ്റ്റ് വൺ യു പ്ലസ് എ ഇസ് ഈക്വൽ ടു 5 എന്നുള്ളത് ഫസ്റ്റ് ഇക്വേഷൻ, യു പ്ലസ് 2a ഇസ് ഈക്വൽ ടു 7 എന്നുള്ളത് സെക്കൻഡ് ഇക്വേഷൻ. ഇത്രയും ചെറിയ 2 ഇക്വേഷൻസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇത് നിങ്ങൾ എന്ത് ഈസി ആയിട്ട് ചെയ്യും അല്ലേ? ഓക്കെ, ഇവിടെ ആരെങ്കിലും ഒരുപോലെ ഉണ്ടോ? ഉണ്ടല്ലോ, യു ഒരുപോലെ ഉണ്ട്. നമുക്ക് പിന്നെ പ്രത്യേകിച്ചൊന്നും പോകണ്ട. 1u 1u. പക്ഷെ ഒരാളെ എന്ത് ചെയ്യണം? മൈനസ് ആക്കണം. രണ്ടും പ്ലസ് ആണ്, ഒരാളെ മൈനസ് ആക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? മൊത്തം താഴത്തേനെ ചെയ്യുവാണേ, മൊത്തം ടേമിനെ മൈനസ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് അതുപോലെ തന്നെ കിടക്കട്ടെ, അത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് തന്നെ കിടക്കും. ഇവര് സൈഡ് അങ്ങ് മാറിപ്പോ അല്ലേ? മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് പ്ലസ് യു മൈനസ് യു ആകും, ഇത് പ്ലസ് 2a ഇത് മൈനസ് 2a ആകും, ഇത് പ്ലസ് 7 ആണ് മൈനസ് 7. കണ്ടോ? പ്ലസ് യു മൈനസും ക്യാൻസൽ ആയിപ്പോയി. ഇത് പ്ലസും മൈനസും നമ്മൾ തന്നെ സബ്ട്രാക്ട് ചെയ്യും. ഇത് 2, ഇവിടെ എത്രയാണ് 1. 2 മൈനസ് 1 എത്രയാണ് 1. പക്ഷേ വലുത് 2 ആയിട്ട് മൈനസ് സൈൻ ആവേണ്ടത്. ഇവിടെയും പ്ലസും മൈനസും സബ്ട്രാക്ട് ചെയ്തേ വലുതിൻ്റെ സൈൻ 7 ആണ് വലുത്, അതിൻ്റെ സൈൻ മൈനസ് ആണ്. ഓക്കെ, ഇവിടെ നോക്കിയേ മൈനസ് 1a ഇസ് ഈക്വൽ ടു മൈനസ് 2. അപ്പുറത്തെ ഇപ്പുറത്തെ മൈനസ് നമ്മൾ എന്ത് ചെയ്യും മക്കളെ? ക്യാൻസൽ ആയിക്കളെ. അപ്പോൾ 1a ഇസ് ഈക്വൽ ടു 2. 1a ഇസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a ഇസ് ഈക്വൽ ടു 2. നമ്മുടെ ഒരു ആൻസർ കിട്ടി. വാട്ട് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് സ്പീഡ് ഈസ് ഇൻക്രീസിങ്, അതാണ് a. അത് കിട്ടി. നമുക്ക് അതിന് ശേഷം ഈ ഇക്വേഷൻ ഒരു വാല്യൂ കൊടുത്തിട്ട് നമുക്ക് അവസാനം എടുത്തെഴുതാവേ. ഏതെങ്കിലും ഇക്വേഷൻ ചെറുത് മതിയേ, ഫസ്റ്റിൽ തന്നെ കൊടുക്കാം അല്ലേ? യു പ്ലസ് എ ഇസ് ഈക്വൽ ടു 5 വയ്ക്കുക. 5നകത്ത് എയുടെ വില 2 കൊടുത്തു 5. അപ്പോൾ യു ഇസ് ഈക്വൽ ടു 5 പ്ലസ് 2 അപ്പുറത്ത് പോട്ടെ -2. ആൻസർ എത്രയും മക്കളെ? യു. അപ്പോൾ യു ഇസ് ഈക്വൽ ടു 3 എന്നും കിട്ടിയോ? ഞാനൊന്ന് നോക്കിക്കോട്ടെ. എ ഇസ് ഈക്വൽ ടു ആൻസർ ഇവിടെ എ ഇസ് ഈക്വൽ ടു 2 എന്നും യു ഇസ് ഈക്വൽ ടു യു കാണുന്നില്ല, യു ഇസ് ഈക്വൽ ടു 3 എന്ന് ചെയ്തു വന്നാൽ പിന്നെ ആൻസർ ശരിയാണോ എന്ന് നോക്കിയതാ. ഓക്കെ, കിട്ടി, 3 കിട്ടി. നമുക്കപ്പോൾ എടുത്തെഴുതാം. അവസാനം നമുക്ക് എടുത്തെഴുതേണ്ട കാര്യം എന്താ അവർ ചോദിച്ചിരിക്കുന്നത്? യുവും എയും കാണാനായിരുന്നു. വാട്ട് ഈസ് ദ സ്റ്റാർട്ടിംഗ് സ്പീഡ്
അപ്പോൾ നമ്മൾ തന്നെ എഴുതും സ്റ്റാർട്ടിങ് സ്പീഡ് എന്നാണ് യു. എത്രയാ യു കിട്ടിയേ? 3. കണ്ടോ, യു ആണ്. യു 3 മീറ്റർ പെർ സെക്കൻഡ് എന്നും അടുത്ത റേറ്റ് അറ്റ് വിച്ച് സ്പീഡ് ഇൻക്രീസിങ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സ്പീഡ് എന്ന് കൊടുത്താൽ മതി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് നമ്മുടെ ഫിസിക്സ് ആണ്. സ്പീഡ് ഈസ് ഈക്വൽ ടു എ ആണ്. അതിൻ്റെ വാല്യൂ എത്രയാണ്? 2 കണ്ടോ, എ മീറ്റർ പെർ സെക്കൻഡ്. അപ്പം 2 മീറ്റർ പെർ സെക്കൻഡ്. ഇത് തന്നെ നമ്മൾ ഓർക്കുന്നുണ്ടോ? UT പ്ലസ് നമ്മൾ ഏതാ ചെയ്തു? ഒന്നും നമ്മൾ ചെയ്തിട്ടുണ്ട്, ഞാൻ മറന്നുപോയി. ഈ ചാപ്റ്റർ തന്നെ നമ്മൾ ഇതിന് മുമ്പുള്ള ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഫിസിക്സിൻ്റെ നമ്മൾ ഇത് അപ്ലൈ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു തരാവേ. നോക്കട്ടെ, കാണുവാണെങ്കിൽ പറയാം. കണ്ടില്ല. ഓക്കെ, അത് നിങ്ങൾ നോക്കുക. ഈ വീഡിയോസിന് തൊട്ട് മുമ്പുള്ള ഒരെണ്ണമുണ്ട്. അപ്പം അതിനകത്ത് ഇതേപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫിസിക്സിൻ്റെ ഫോമുല അപ്ലൈ ചെയ്ത് നമ്മൾ ഇതിനകത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. മക്കളെ ഇതൊന്ന് കണ്ടിട്ട്, ഒന്നുമില്ല, ക്വസ്റ്റ്യൻ ഇത്രയും ഉണ്ടെന്നേ ഉള്ളൂ. ഈ ഫോമുല കണ്ടോ, ഈ ഫോമുല കാണിച്ചേക്കുന്നുണ്ട്. ആ ഫോമുലക്കോട് അങ്ങോട്ട് കൊടുത്ത് വാല്യൂ കൊടുത്ത് ക്യാൻസൽ ചെയ്യേണ്ടതെല്ലാം ക്യാൻസൽ ചെയ്ത് ഇക്വേഷൻ ആക്കിയാൽ മാത്രം മതി മക്കളെ. അപ്പോൾ വീഡിയോ 2 തവണ കണ്ടിട്ട് തന്നെ ചെയ്ത് ഇത് പഠിക്കണം കേട്ടോ. പലതും പല രീതിയിലാണ്, ഞാൻ പറഞ്ഞതുപോലെ ഓരോ രീതിയിലുള്ള ആപ്ലിക്കേഷൻ കൊടുത്തിട്ടാണ് നമ്മൾ ഇക്വേഷനിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് തീർച്ചയായിട്ടും പഠിച്ചേ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരെണ്ണം പഠിച്ചിട്ട് ബാക്കിയെല്ലാം ഒരുപോലാണെന്ന് വിചാരിക്കരുത് കേട്ടോ മക്കളെ. അപ്പോൾ എല്ലാവരും പഠിക്കണേ. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.